റഷ്യയുടെ സാത്താൻ 2 എന്ന മിസൈലിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും നശീകരണ ശേഷിയുള്ള ആണവായുധമാണിത്. സാത്താൻ 2വിന്റെ കടന്നുവരവ് ലോകരാജ്യങ്ങൾ ആശങ്കയോടെയാണ് കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ സാത്താൻ 2വിനേക്കാൾ ശക്തനായ മറ്റൊരായുധം പുറത്തിറക്കിയിരിക്കുകയാണ് റഷ്യ. ഓട്ടോണമസ് ടോർപിഡോയായ റഷ്യയുടെ പോഡിസോൺ ലോക സൈനിക ശക്തികളെ അമ്പരിപ്പിച്ച പ്രഖ്യാപനമായിരുന്നു. റഷ്യൻ ഫെഡറേഷന്റെ സൈനിക ശക്തിക്ക് സമാനതകളില്ലാത്ത ഒരു പുതിയ മാനം നൽകിയിരിക്കുകയാണ് പുതിയ ആയുധത്തിന്റെ കടന്നുവരവിലൂടെ. ആണവശക്തിയുള്ള ഓട്ടോണമസ് ടോർപിഡോയായ പോസിഡോൺ വിജയകരമായി പരീക്ഷിച്ചതോടെയാണ് ഈ സുപ്രധാന പ്രഖ്യാപനം പുടിൻ നടത്തുന്നത്. റഷ്യയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യയിലെ സുപ്രധാന മുന്നേറ്റമാണ് ഈ പരീക്ഷണം എന്നുള്ളതാണ്. ഇതൊരു വലിയ വിജയമാണ്. ഇതുപോലൊന്ന് ലോകത്ത് മറ്റെങ്ങുമില്ല. അഭിമാനവും ആത്മവിശ്വാസവും നിറഞ്ഞ വാക്കുകളോടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ലോകത്തിന് മുന്നിൽ ഈ നേട്ടം ഉറക്കെ വിളിച്ചു പറഞ്ഞു. റഷ്യൻ ആയുധ ശേഖരത്തിലെ ഏറ്റവും വിനാശകരമായ ആയുധങ്ങളിൽ ഒന്നാണ് പോസിഡോൺ ആണവ ടോർപിഡോ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞതുപോലെ പോസിഡോണിന്റെ പ്രഹരശേഷി റഷ്യയുടെ നിലവിലുള്ള ഏറ്റവും നൂതനമായ ഭൂഖണ്ഡാനന്തര ബാലിസ്റ്റിക് മിസൈലായ സാത്താൻ 2വിന്റെ ശക്തിയേക്കാൾ കൂടുതലാണ്. ഈ സൂപ്പർ ടോർപിഡോ ഒരു സാധാരണ ആയുധം മാത്രമല്ല, മറിച്ച് ഇതൊരു ആണവശക്തിയുള്ള ആണവവാഹക ശേഷിയുള്ള ആളില്ല അണ്ടർ വാട്ടർ വാഹനമാണ്. ഇവയുടെ രൂപകൽപ്പനയും പ്രവർത്തന രീതിയും ലോകരാജ്യങ്ങൾക്ക് കടുത്ത വെല്ലുവിളിയാകും ഉയർത്താൻ പോകുന്നത്. പോസിഡോണിന്റെ രൂപകൽപ്പന ലോകത്തിലെ മറ്റെല്ലാ ആയുധങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്നു. ഇതിന് കരുത്ത് നൽകുന്നത് ഒരു മിനിയേച്ചർ ന്യൂക്ലിയർ റിയാക്ടറാണ്. ഈ ആണവോർജ യൂണിറ്റ് കാരണം പോസിഡോണിന് ഫലത്തിൽ പരിധിയില്ലാത്ത ദൂരത്തേക്ക് സഞ്ചരിക്കാൻ കഴിയും. ഇത് മിക്ക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെയും പരിധിക്കപ്പുറം വളരെ ആഴത്തിൽ അതീവ വേഗതയിൽ സഞ്ചരിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ്. പരമ്പരാഗത യുദ്ധമുറകളിലെ റഡാർ, സോണാർ സംവിധാനങ്ങൾക്ക് ഇതിനെ കണ്ടെത്താനോ തകർക്കാനോ ഉള്ള സാധ്യത വിരളമാണ്. അതുവഴി ശത്രുവിന്റെ തീരപ്രദേശങ്ങളിൽ എത്തിച്ചേർന്ന നിർദ്ദിഷ്ട ലക്ഷ്യങ്ങൾ കൃത്യമായി തകർക്കാൻ സാധിക്കും. പോസിഡോൺ ഉയർത്തുന്ന ഏറ്റവും വലിയ ഭീഷണികളിലൊന്ന് തീരദേശ പ്രദേശങ്ങളെ വാസയോഗ്യമല്ലാതാക്കുന്ന റേഡിയോ ആക്റ്റീവ് സുനാമികൾ സൃഷ്ടിക്കാനുള്ള അതിന്റെ കഴിവ് തന്നെയാണ്. പോസിഡോണിൽ വഹിക്കുന്ന ഭീമാകാരമായ ന്യൂക്ലിയർ വാർഹെഡ് കടലിനടിയിൽ സ്ഫോടനം സൃഷ്ടിക്കുമ്പോൾ റേഡിയോ ആക്റ്റീവ് കണികകൾ വഹിച്ചുകൊണ്ടുള്ള കൂറ്റൻ തിരമാലകൾ തീരപ്രദേശങ്ങളിലേക്ക് ആഞ്ഞടിക്കും. ഇതുമൂലം ശത്രുരാജ്യങ്ങളുടെ പ്രധാന തീര നഗരങ്ങളെയും തുറമുഖങ്ങളെയും പൂർണ്ണമായി തകർക്കാനാകും. ഈ അസാധാരണമായ പ്രഹരശേഷിയാണ് പോസിഡോണിനെ ലോകത്തിലെ തന്നെ ഏറ്റവും ഭീകരമായ ആയുധങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നത്. പോസിഡോണിന് പുറമെ റഷ്യ അടുത്തിടെ വികസിപ്പിച്ച ഹൈപ്പർസോണിക് ആയുധങ്ങളും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിച്ച് ലക്ഷ്യത്തിലെത്തുന്ന അവൻഗാർഡ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ, 18,000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള സർമാറ്റ് ഭൂഖണ്ഡാനന്തര ബാലിസ്റ്റിക് മിസൈൽ എന്നിവയെല്ലാം റഷ്യയുടെ നൂതന ആയുധ ശേഖരങ്ങളിലെ പ്രധാനികളാണ്. ഈ ആയുധങ്ങളുടെ എല്ലാം പ്രത്യേകത നിലവിലുള്ള ഏതൊരു മിസൈൽ പ്രതിരോധ സംവിധാനത്തെയും മറികടക്കാൻ ഇവയ്ക്ക് സാധിക്കും എന്നതാണ്. എന്തായാലും പോസിഡോൺ പരീക്ഷണം അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾക്കും കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അവർ ഭയപ്പെടുന്നതിനും പിന്നിൽ വ്യക്തമായ ചില കാരണങ്ങളുമുണ്ട്. അതായത് പോസിഡോൺ പോലെയുള്ള ആഴത്തിൽ സഞ്ചരിക്കുന്ന അണ്ടർ വാട്ടർ ഡ്രോണുകളെ കണ്ടെത്താനോ തടയാനോ ഉള്ള കഴിവ് നിലവിലെ അമേരിക്കൻ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇല്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ റഷ്യയ്ക്ക് മേൽ കളിക്കാനിറങ്ങുമ്പോൾ എല്ലാവരും ഒന്ന് കരുതിയിരിക്കണം.